ഗാസയിലെ നെറ്റ്സറിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറി. വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായാണ് നടപടി. ഇടനാഴിയിലെ സൈനിക വിന്യാസം 2 മേഖലകളാക്കി തിരിച്ചിരുന്നു. ഹമാസിനെ സ്വാധീനമുള്ള മേഖലകളിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കമായിരുന്നു ഇസ്രായേലിന്റെ സൈനിക വിന്യാസം. അതേസമയം ഗാസയ്ക്ക് മേലുള്ള ട്രംപിന്റെ നിലപാടുകൾ ക്രിയാത്മകവും വിപ്ലവകരവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയിലെ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ വിശാല കാഴ്ചപ്പാടുകളോടെ ആണെന്നും നെതന്യാഹു വ്യക്തമാക്കി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഗാസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ എന്തെല്ലാമാണ്? ഗാസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ സൈനിക ഇടപെടലിന്റെ ഭാഗമായി ഗാസയിൽ നടത്തിയ ശക്തമായ ഒരു ഇടപെടൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് പെട്രോളിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ പിൻവലിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നെറ്റ്സറിം ഇടനാഴി എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ മുഴുവൻ അതിശക്തമായ ഒരു സൈനിക വിന്യാസം നടത്തിയിരുന്നു. വടക്കൻ തെക്കൻ ഗാസകളെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വിഭജിക്കുന്നതിനുള്ള ഒരു നീക്കം, അത് ഒരിടത്ത്, അതായത് ഹമാസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ അതിശക്തമായ അവരെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ഇടനാഴി ശക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇന്ന് അവിടെ നിന്നുള്ള എല്ലാ സൈന്യത്തെയും പിൻവലിച്ചിരിക്കുന്നു എന്ന വിവരമാണ്, സമാധാന ചർച്ചകളുടെ ഭാഗമായി പിൻവലിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം, ഇസ്രായേലിൽ തിരിച്ചെത്തിയ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ട്രംപിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ, അതായത് ഇസ്രായേലും ഗാസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ, ഗാസയെ ഒരു റിവേറ ആക്കുമെന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ പ്രായോഗികവും അതുപോലെ തന്നെ സമൂല മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതുമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവച്ചിരിക്കുന്നത്. അത്തരത്തിൽ പ്രതീക്ഷയുണർത്തുന്ന കാര്യങ്ങളാണ് ഇസ്രായേലിന്റെ ഗാസയുടെ ഭാഗത്ത് നിന്ന്, ഗാസയുടെ വിഷയത്തിൽ ഇസ്രായേലിന് നൽകുന്നത് എന്ന നിലപാടും അദ്ദേഹം പങ്കുവച്ചു. ഗാസയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഐസൻ ജോസ് പങ്കുവച്ചത്.